പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ഞാനൊരു വ്ളോഗ് എടുക്കണത്. ഏതാണ്ട് ഒരു 6 മാസത്തിന് മുകളിലാവും വീഡിയോ എടുത്തിട്ട് തന്നെ. ഡേ വിത്ത് ആദൂസൻ, അതാണ് ഇന്നത്തെ വ്ളോഗ് മെയിനായിട്ട് എയിം ചെയ്യണത്. ആദൂസനായിട്ടൊരു ദിവസം. അപ്പോൾ ആദൂസനും ശില്പയൊക്കെ എൻ്റെ ഒപ്പം നടന്നു വരികയാണ്. ആദൂസ, നമ്മളിന്ന് എങ്ങോട്ടാണ് ആദൂസ പോണ? എങ്ങോട്ടാണ്? അൽക്കൂസിലാണ്. അപ്പോൾ ഞാനും ആദൂസനും ശില്പയും നമ്മൾ ഓൺ പാസീവ് മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ നിന്നാണ് ടാക്സിക്കാണ് പോകേണ്ടത്. ആദൂസ, നമ്മൾ എവിടെയാണ് ആദൂസ ഇപ്പോൾ നിൽക്കണം? ഓൺ പാസീവ് മെട്രോ സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടെ നിന്നൊരു 10 മിനിറ്റ് ടാക്സിക്ക് പോകേണ്ട ദൂരമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ടാക്സിക്ക് എടുത്ത് പോവാം. ഓലി എന്ന് പറയുന്നത് എൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്നത് ഓലി എന്ന് പറയുന്നത് അൽക്കൂസിൽ തന്നെയുള്ള ഒരു ചിൽഡ്രൻസ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആദൂസനായിട്ടാണ് ഇന്നത്തെ വ്ളോഗ്, എ ഡേ വിത്ത് ആദൂസൻ. ഒലി എന്ന് പറയുന്നത് ആർട്ട് മ്യൂസിയമാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ആർട്ട് മ്യൂസിയമാണ്. നമുക്ക് അതിനകത്ത് കയറുമ്പോൾ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന കുറേ ഡിസൈൻസും കാര്യങ്ങളൊക്കെ അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കുഞ്ഞിന് കൊണ്ട് കയറുമ്പോൾ ഒരു അഡൽട്ട് ഫ്രീ ആണ്. അപ്പോൾ ഒരു 195 ദിർഹംസ് കൊടുത്ത് നമ്മൾ 3 പേരുടെ കൂപ്പൺ എടുത്ത്, അപ്പോൾ അവർ നമ്മൾ ആദൂസൻ്റെ ദേഹത്തൊരു പേരും പിന്നെ ടൈമും എത്ര മണി വരെയാണ് എന്നുള്ളൊരു ടൈമും അവർ നോട്ട് ചെയ്ത് കൊടുക്കും. 2 മണിക്കൂറാണ് ഈ ഒരു റേറ്റിൽ നമുക്ക് ഇതിനകത്ത് മൊത്തം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. ആദ്യം നമ്മൾ എയർ ഗാലറിയിലോട്ടാണ് കയറിയത്. കയറുമ്പോൾ തന്നെ അവിടുത്തെ റൂൾസ് പറഞ്ഞത് എങ്ങനെയൊക്കെയാണ് എയർ ഗാലറിയിലെ കാര്യങ്ങൾ, എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത് എന്നൊക്കെയുള്ള കുറേ ഒരു ഐഡിയ ബ്രീഫായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതലും ബലൂൺ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ബലൂൺ എയറിൽ പൊങ്ങി നിൽക്കുന്നതും പൊങ്ങി പോകുന്നതും പിന്നെ പ്ലെയിനും റോക്കറ്റും അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് എയർ ഗാലറിയിൽ പറയുന്നുണ്ട്. ആ ദിവസം ആദ്യം ബലൂൺ ഇങ്ങനെ എയറിൽ നിൽക്കുന്നത് കണ്ടിട്ട് അവ ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട്, ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ആ ഒരു ഫീൽ ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുകയാണ്. Release them. You can spin a little bit more over there. So let it go. Let it go. Okay, don't worry. Also here, you can spin a little bit more. Try with this one. Sometimes they don't need to do anything. They will like on their own. A few of them, we might need to spin a little bit. അത് നോക്കാം സാർ. കയറി നോക്കണേ. കൂട്ടിയിട്, ആ മൈനസാണ്, കൂട്ടിയിട്. തോഷി നെറ്റ് എന്ന് പറയുന്നത് കൊറൂച്ചി മക്കാഡം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ആർട്ടിസ്റ്റ് കൈകൊണ്ട്
തച്ചെടുത്തൊരു വലയാണ്. 800 കിലോ നൈലോൺ ഉപയോഗിച്ച് കൈകൊണ്ട് തുന്നിയെടുത്തൊരു വലയാണ് ഈ തോഷി നെറ്റ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് കുട്ടികൾക്ക് അതിൽ ചാടിക്കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൺസ് രൂപത്തിലുള്ള ഒരു നെറ്റും അവിടെ രൂപീകരിച്ച് വെച്ചിട്ടുണ്ട്. അത് Let's see if it's working. Touch here. You ready, Ayo? Are you frightened? Okay. വാട്ടർ ഗാലറിയിലാണ് നമ്മൾ അവസാനം പോയത്. വെള്ളത്തിൻ്റെ കുറേ ആക്ടിവിറ്റീസാണ് വാട്ടർ ഗാലറിയിലേ ഉള്ളത്. അവിടെ കയറുമ്പോൾ തന്നെ നിറയെ വെള്ളത്തിൻ്റെ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് അവർ റെയിൻ കോട്ട് തരും. അത് നമ്മൾ ആ ദിവസം അവർ തന്നെ ഇട്ട് കൊടുത്തിട്ട്, കാരണം ഡ്രസ്സ് നനയായിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. കാരണം കൂടുതൽ വെള്ളത്തിൻ്റെ ആക്ടിവിറ്റീസാണ് വാട്ടർ ഗാലറിക്കകത്തുള്ളത്. കാറ് കഴുകുന്നുണ്ട്, ബോൾ ബോക്സിനകത്ത് ഇടുന്നതുണ്ട്, അങ്ങനെ കുറേ വെള്ളത്തിൻ്റെ കുറേ ആക്ടിവിറ്റീസുണ്ട്. നല്ലൊരു ഇത് തന്നെയായിരുന്നു വാട്ടർ ഗാലറിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ലാസ്റ്റാണ് അവർ നമുക്ക് പ്രിഫർ ചെയ്യുന്നത് വാട്ടർ ഗാലറി പോകാൻ. കാരണം മറ്റൊന്നുമല്ല, ഡ്രസ്സ് നനയാതിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർ ലാസ്റ്റാണ് പ്രിഫർ ചെയ്യുന്നത് വാട്ടർ ഗാലറി പോകാൻ. അല്ല, നമ്മുടെ ചോയ്സാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ കയറാം. അപ്പോൾ എങ്ങനെയുണ്ട് അതുസ? എങ്ങനെയുണ്ടായിരുന്നു അതുസ? ഇങ്ങോട്ട് നോക്കിയാണേ, എങ്ങനെയുണ്ടായിരുന്നു? യെസ്. അപ്പോൾ അതുസനായിട്ടുള്ള ഒരു ഡേ എന്ന് പറഞ്ഞത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം കളിക്കാനുള്ള ചെറിയൊരു പ്ലേ മ്യൂസിയമാണ് സംഭവം. നല്ല രസമായിരുന്നു. വെള്ളത്തിൻ്റെതും എല്ലാ സംഭവമായിട്ടുള്ളത് നല്ലതായിരുന്നു. എയർ, പിന്നെ പഠിക്കേണ്ടതായിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒയാസിസ് മാളിന് തൊട്ടടുത്തായിട്ടാണ്. ഒയാസിസ് മാളിന് തൊട്ടടുത്തായിട്ടാണ് ഈ ബിൽഡിംഗ്, ഒലി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി നമ്മൾ വ്ളോഗ് കഴിയാൻ ആ ദിവസം പിണങ്ങിയിടേ, ആ ദിവസം പിണങ്ങിയിരിക്കണം. ഇത് കണ്ട